ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ സ്പെൽ ഫോർമുലയുടെ മൂന്നാമത്തെ ആശയമായ ഹാവിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കതിന്റെ ബേസിക് ഫോർമാറ്റ് അറിയാം. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ നമുക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. നമ്മളത് നമ്മുടെ ഈ ഫുൾ ചാർട്ട് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എനിക്കുണ്ട്, നാളെ ഉണ്ടാകും, ഇന്നലെ ഉണ്ടായിരുന്ന പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ നമുക്ക് ഓൾറെഡി നമ്മുടെ കസ്റ്റഡിയിലായിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് ഫ്യൂച്ചർ ഓപ്ഷൻസും കീഴെ കുറച്ച് പാസ്റ്റ് ഓപ്ഷൻസും. കീഴെയുള്ളതെല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഓപ്പോസിറ്റ് ഇഫക്ട്സ് ആണ് കൂടുതലും. മൈറ്റ് ഹാവ് ഹാഡ് മാത്രം ഒരല്പം വേരിയേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പറയുന്നതിന്റെ നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു അർത്ഥ തലത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു ലുക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പിടികിട്ടി എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഫുൾ പിക്ചർ പിടികിട്ടി, ഒക്കെ റെഡിയാണ്. പക്ഷെ മുൻപൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹാവ് എന്ന ഈ വിദ്വാന് ഒരു ഇരട്ടമുഖമുണ്ടെന്ന്, ഡബിൾ ഫേസ്. അത് ആക്ച്വലി അതൊരു തരം ദ്വന്ദ്വ വ്യക്തിത്വം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഹാവിന്റെ അർത്ഥം ഉണ്ട് എന്നത് തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ ആ ഒരു ഇരട്ട വ്യക്തിത്വത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, തിന്നുക, കുടിക്കുക, കഴിക്കുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക, അനുഭവിക്കുക, കഷ്ടപ്പെടുക. അതായത് അനുഭവ തലത്തെ സൂചിപ്പിക്കുന്ന കുറച്ച് അർത്ഥങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക, തിന്നുക, കുടിക്കുക അതൊരു തരം എക്സ്പീരിയൻസ് അല്ല. അപ്പൊ തിന്നുക, കുടിക്കുക, എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ. അപ്പൊ തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, അതുപോലെ തന്നെ സഫർ ചെയ്യുക. സഫറിങ്ങും ഒരു തരം എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 5-6 എക്സ്പീരിയൻസ് കാണിക്കുന്ന വാക്കുകൾക്ക് പകരമായിട്ടാണ് ഹാവിന്റെ ഡബിൾ പേഴ്സണാലിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ ആ ഡബിൾ പേഴ്സണാലിറ്റിയെ കുറിച്ച്, ഡുവൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ അധികം പ്രതിപാദിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളുടെ ഉദ്ദേശം ഹാവിന്റെ ആ ഒറിജിനൽ ഫേസ് എന്താണ്, അത് പ്രകാരം എങ്ങനെയാണ് നമ്മുടെ സ്പെൽ ഫോർമുല മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ നമുക്ക് ആ ഒരൊറ്റ ഭാഗം ഇപ്പോൾ കൈകാര്യം ചെയ്താൽ മതി. അതല്ലേ നമുക്ക് എളുപ്പവും. രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിക്കുഴച്ച് അതുമില്ല ഇതുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് ഇപ്പൊ എത്തേണ്ട കാര്യമില്ല. അപ്പൊ തൽക്കാലം ആ ഉണ്ട് എന്നുള്ള ഒരു ആശയം മാത്രം നമുക്ക് കൈകാര്യം ചെയ്യാം. കാരണം നമുക്കിപ്പോ പലതുണ്ട്, മുൻപുണ്ടായിരുന്നു, ഇനി ഉണ്ടാകും, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ടോട്ടൽ ലൈഫ് കഴിഞ്ഞിട്ട് അവസാനം നമ്മളെല്ലാവരും ചോദിക്കും, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ, മരിച്ചങ്ങ് മുകളിലേക്ക് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ലല്ലോ എന്ന് പറയും. കൊണ്ടുപോകും. ചില നല്ല പേരുകളും നല്ല റെക്കോർഡ്സും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് വരാൻ പോകുന്ന തലമുറകൾ നമ്മെ കുറിച്ച് ഓർത്തു വെക്കുന്ന ചില ഓർമ്മകള്. നമ്മൾ നല്ല ചില റെക്കോർഡുകൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചാലാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള നല്ല ഓർമ്മകൾ, നല്ല പാരമ്പര്യം, നല്ല ഒരു സംസ്കാരം നമ്മുടെ പിൻതലമുറക്കാർക്ക് പിന്തുടരാനായിട്ടുണ്ടാവുള്ളൂ. ഇത് പറയാൻ കാരണം, ഒരിക്കല് ഇതുപോലെ ഒരു പള്ളിയിലച്ഛന്റെ കഥ തന്നെയാ, കേട്ടിരിക്കാം, നേരം പോക്കാണ്. ഈ ഒരു അച്ഛൻ പണ്ട് ഒരാള് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ആര് വന്നു കഴിഞ്ഞാലും എന്താ മോനെ, എന്താ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹത്തോട് കൂടിയിട്ട്, സ്വന്തം അപ്പച്ചനും അപ്പൂപ്പനും അമ്മൂമ്മയും പോലും നമ്മൾ ഇത്രയും സ്നേഹത്തോടെ വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാവുന്ന സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ടാവില്ല. അത്രയും സ്നേഹത്തോടു കൂടി ആളുകളെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ്. എ ഗ്രേറ്റ് മാൻ, എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. പക്ഷെ ഈ നാടിനെ, ഇടവകേനും നാടിനെ മൊത്തം ദുഃഖത്തിൽ അഴുത്തിക്കൊണ്ട് ഒരു ദിവസം ആള് കച്ചവടം അവസാനിപ്പിച്ച് മുകളിലേക്ക് പോയി. തീർന്നു. നമ്മൾ പറഞ്ഞത് അതാണ്, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ, നമ്മൾ മുകളിലോട്ട് അങ്ങ് പോകും. പക്ഷെ ഈ നിലനിർത്തിയിരുന്ന ഒരു പേരുണ്ട്, റെക്കോർഡുണ്ട്. ഈ റെക്കോർഡ് അങ്ങവരുടെ ആ ഇറ്റേണൽ ബുക്കിൽ എഴുതി വെക്കും. നമ്മൾ എന്താ പറയാ, ജീവന്റെ പുസ്തകം എന്നൊക്കെ പറയില്ലേ, നിത്യതയുടെ പുസ്തകം, അതില് ഈ അച്ഛന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഇനിയുള്ളതൊരു കുറച്ച് സാങ്കല്പികമായിട്ടുള്ള, കാൽപ്പനികമായിട്ടുള്ള ചില വിവരണങ്ങളാണ്. നിങ്ങൾ നേരമ്പോക്കിന് കേട്ടാൽ മതി. അച്ഛൻ അങ്ങനെ മരിച്ചു കഴിഞ്ഞാലാണ് സ്വർഗത്തിന്റെ ആ പടിവാതിൽക്കൽ എത്തി. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ചില മാലാഖമാര് വന്നിട്ട്, അതായത് മെയിനായിട്ട് സെയിന്റ് പീറ്റർ, പത്രോസ് വന്നിട്ടാണ് കൂട്ടിക്കൊണ്ടു പോവുക. പക്ഷെ ഈ അച്ഛനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ ദൈവം നേരിട്ട് വന്നിരിക്കുക ഇങ്ങോരെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ ദൈവത്തെ കണ്ടപ്പോ മുഖത്തോട് മുഖം നോക്കാൻ അച്ഛനൊരു വൈക്ലഭ്യം. കാരണം എങ്ങനെയാ ഇങ്ങോരെ നോക്കുക? കാരണം അച്ഛനുള്ളുകൊണ്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അതിനുള്ള എന്തോ നമ്മുടെ കയ്യിൽ ഇല്ല. ആളുകളുടെ വിചാരം നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്നാണ്. പക്ഷെ അത് ആ പറഞ്ഞ സംഭവം ഇല്ല എന്ന് അച്ഛനെ അറിയൂ. ഉള്ളുകൊണ്ട് സ്വന്തം ഉള്ളു സ്വയം അറിയുന്ന പോലെ ആർക്കറിയാൻ പറ്റുക. അപ്പൊ ഈ അച്ഛൻ ആ ഒരു വൈക്ലഭ്യം കാരണം ദൈവത്തെ ഫേസ് ചെയ്യാനും ദൈവം കൊണ്ടുവന്നിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള സ്വർണ്ണവർണ്ണ രഥത്തിൽ കയറി സ്വർഗത്തിലേക്ക് അങ്ങ് ദൈവത്തിന്റെ കൂടെ അങ്ങ് പോവാനും മടിച്ച് നിൽക്കുക.
അപ്പൊ ദൈവം ചോദിച്ചു, എന്താ ഫാദർ, വണ്ടിയിൽ കയറുന്നില്ലേ, നമുക്കങ്ങ് സ്വർഗത്തിലേക്ക് അങ്ങ് പോകണ്ടേ? അപ്പൊ പറയും, അല്ല, അത് വേണോ, അത്രയ്ക്കും വേണോ, ഞാൻ കയറണോ, എന്റെ പേരുണ്ടോ ശരിക്കും അതിൽ ഉണ്ടോന്നോ? ഞാൻ ഈ അച്ഛന്റെ റെക്കോർഡ് നോക്കി, ബുക്ക് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറഞ്ഞുള്ള ബുക്കിൽ നോക്കിയപ്പോൾ അച്ഛന്റെ പേരിൽ എന്തുമാത്രം നന്മകൾ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും നല്ലത് മാത്രമേ അച്ഛനെ കുറിച്ച് പറയാനുള്ളൂ. സോ യു ഹാവ് എ വെരി ഗുഡ് റെക്കോർഡ്, എ ബ്രില്യൻ റെക്കോർഡ്. എന്തുണ്ട്? യു ഹാവ് എ ബ്രില്യൻ റെക്കോർഡ് എന്ന് ദൈവം തനി പകർപ്പ് എഴുതി കൊടുക്കുക, സാക്ഷ്യപത്രം എഴുതി കൊടുക്കുക. ബ്രില്യൻ റെക്കോർഡ് ഉണ്ട്. കുറച്ചും കാലം കൂടി നിന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ ദൈവത്തെയും കടത്തി വെട്ടിയേനെ എന്ന് തോന്നി. അത്രയും ഗംഭീര റെക്കോർഡാണ്. പക്ഷെ ഈ റെക്കോർഡൊക്കെ കണ്ടിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോഴും അച്ഛനിങ്ങനെ മടിച്ച് നിൽക്കുക. എന്നാലും പറഞ്ഞു നിൽക്കുക. അപ്പൊ പറയും, എന്താ നിന്റെ പ്രോബ്ലം? പറയും മോനെ, വാട്ട്സ് യുവർ പ്രോബ്ലം? വാട്ട്സ് ഈറ്റിംഗ് യു? എന്താ നിന്റെ മനസ്സിനെ മതിക്കുന്നത്? നിനക്ക് എന്തോ അർഹതയില്ലാത്ത എന്തെങ്കിലും നേടുകയാണോ തരികയാണോ തോന്നുന്നുണ്ടോ? അപ്പൊ അച്ഛൻ ആശ്വാസമായി, കറക്റ്റ്, അതന്നെ. ആക്ച്വലി ഇവരെ എഴുതിയിരിക്കുന്ന പോലെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് നല്ല റെക്കോർഡുള്ള ഒരാളൊന്നല്ല. ഇവരൊക്കെ പറയും ഞാൻ അങ്ങ് ഭയങ്കര നല്ല അലിവുള്ള മനസ്സുള്ളവനാണ്, എനിക്ക് അലിവുള്ള മനസ്സുണ്ട്, എനിക്ക് നല്ല കരുണയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഉണ്ട് എന്നുള്ള നമ്മുടെ ഇന്നത്തെ സംഭവം കുറെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ എനിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ രാത്രി പുലർച്ചെ പോലും ആര് വന്നു കഴിഞ്ഞാലും വാതിൽ തുറന്ന് അവർ സ്വീകരിക്കുന്ന നിങ്ങളല്ലേ, നിങ്ങളെങ്ങനെ ഇത് പറയണേ ചോദിച്ചു. അപ്പോഴാണ് അച്ഛനുള്ള കാര്യം പച്ചയ്ക്ക് പറയുന്നത്. എന്റെ ദൈവമേ, ഞാനുള്ള കാര്യം പറയും. എനിക്ക് വാസ്തവത്തിൽ എന്നെ അന്വേഷിച്ച് എന്റെ സഹായം അന്വേഷിച്ചിട്ട് ഓരോ ആളുകൾ വരുമ്പോഴും എനിക്കത് ഭയങ്കര ശല്യമായിരുന്നു. പക്ഷെ അച്ഛനായി പോയില്ലേ, വികാരിച്ചനായി പോയില്ലേ, എങ്ങനെ ശല്യം പറഞ്ഞു ഒഴിവാക്കാന്ന് വെച്ചിട്ട് ഞാനപ്പോൾ അവരെ സ്വീകരിക്കും. പക്ഷെ എന്തായാലും അവർ വിഷമം കൊണ്ട് വരുന്നല്ലേ, സാരമില്ല എന്ന് വെച്ചിട്ട് ഞാൻ അഭിനയിക്കുകയാണ്. എങ്ങനെ, എന്തോ മോനെ പ്രശ്നം, എന്തോ മോളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ അങ്ങ് ഫേക്ക് ചെയ്യായിരുന്നു, വെറുതെ അഭിനയിക്കായിരുന്നു. എനിക്ക് ഒറിജിനലി നിങ്ങളോടൊന്നിനോടും വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ സ്വർഗത്തിന് അവകാശിയാണോ, ശരിക്കും എന്റെ പേര് മറ്റൊടത്തേക്കുള്ളതാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചത്. അപ്പൊ ദൈവം അവിടെ നിന്നിട്ട് ഇങ്ങോരോട് ഒരൊറ്റ ചോദ്യം, വാട്ട് ഡു യു തിങ്ക് ഐ ഹാവ് ബീൻ ഡൂയിങ് ഓൾ ദിസ് ടൈം? ഞാൻ ഇത്രയും കാലം ഈ സ്വർഗത്തിലിരുന്ന് കൊണ്ട് എന്ത് ചെയ്യാണെന്ന് എന്റെ വിചാരം? ഇതന്നെ ഞാനും ചെയ്യുന്നുണ്ടായിരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ ഈ പരാക്രമവും ഈ സ്വഭാവവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് പുറം കാലിക്ക് അടിച്ചൊരു തൊഴിൽ ഒക്കെ അവസാനിപ്പിച്ച് കച്ചവടം അവസാനിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ദൈവമായി പോയില്ലേ. അതുകൊണ്ട് സഹിച്ചും സ്നേഹിച്ചും കൊണ്ട് നടക്കായിരുന്നു. നീയും അത് തന്നെ ചെയ്ത്, അതുകൊണ്ടാണ് നിന്റെ പേര് ഗുഡ് റെക്കോർഡിൽ വന്നത്. അപ്പൊ അച്ഛൻ ആശ്വാസമായി, എന്നാ കുഴപ്പമില്ല സാറേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന മാതിരിയുള്ള കുട്ടികളില്ല. അതുപോലെ അച്ഛൻ ആശ്വാസം പറഞ്ഞ എന്നാ നമുക്ക് സന്തോഷമായിട്ട് പോകുന്നുണ്ട് അച്ഛൻ. അപ്പൊ ആശ്വാസമായി അച്ഛൻ. അങ്ങനെ വണ്ടിയിൽ കയറി പുള്ളിക്കാരൻ സ്വർഗത്തിലേക്ക് പോയി. അപ്പൊ നമ്മുടെ കഥയില് കുറെ തവണ യു ഹാവ് എ ബ്രില്യൻ റെക്കോർഡ്, ഐ ഡോണ്ട് ഹാവ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്, എനിക്കിത് ഇത്തരം റെക്കോർഡ്സ് ഒന്നുമില്ല. അങ്ങനെ ആ ഒരു സ്റ്റോറിയിലൂടെയാണ് നമ്മളിത് പോയിരിക്കുന്നത്. അപ്പൊ ഈ കഥ പറയാനായിട്ട് ബെസ്റ്റ് സമയമാണ് ഈ ഹാവ് ഐഡിയ. അപ്പൊ ഹാവ് ഐഡിയയുടെ ആ ഒറിജിനൽ ട്രാക്ക് നമുക്കിപ്പോ വ്യക്തമായി കാണല്ലോ. ഉണ്ടായിരുന്നു, ഉണ്ടാകും. പിന്നെ ക്യാൻ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്വന്തമാക്കാൻ പറ്റും. ഷുഡ് ഹാവ് ആണെങ്കിലോ ഉണ്ടാകണം, സ്വന്തമാക്കണം. മേ ഹാവ് ഉണ്ടായേക്കാം, സ്വന്തമായേക്കാം. അപ്പൊ ഹാവിന്റെ അർത്ഥം ഇവിടെ നമ്മൾ സ്വന്തം എന്നുള്ള അർത്ഥത്തിൽ കൂടെയാണ്. സ്വന്തമായിട്ട് ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകാം, ആ ഒരു ഡയമെൻഷൻ കൂടെയാണ്. ഇപ്പൊ പാസ്റ്റിൽ പോണെങ്കിലോ ഐ വുഡ് ഹാവ് ഹാഡ്, എനിക്കുണ്ടായേനെ. ചില ആൾക്കാർ പറയില്ലേ, അന്ന് ഞാൻ ആ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടായേനെ. എങ്ങനെ പറയും? ഐ വുഡ് ഹാവ് ഹാഡ്. I would have had billions in my account. ബില്യൺസ് ഉണ്ടായേനെ. ഐ വുഡ് ഹാവ് ഹാഡ്. അത് തന്നെ ഐ കുഡ് ഹാവ് ഹാഡ്, എനിക്ക് ഉണ്ടാക്കാമായിരുന്നു, സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു. അവർ തന്നിരുന്ന കൈക്കൂലിയും സമ്മാനങ്ങളും പാരിതോഷികങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ നിന്നേക്കാളും വലിയ അക്കൗണ്ട്, വലിയ ബാലൻസ്, വലിയ ബംഗ്ലാവ് എനിക്ക് സ്വന്തമാക്കാമായിരുന്നു. ഐ കുഡ് ഹാവ് ഹാഡ് ബിഗർ ബംഗ്ലാവ് ആൻഡ് ബിഗർ ബാങ്ക് ബാലൻസ് ദാൻ യു ഹാവ് റൈറ്റ് നൗ. ഐ കുഡ് ഹാവ് ഹാഡ്. കണ്ട, വാസ്തവത്തില് ഞാൻ ഇത്തരം വലിയ സംഗതികൾ സ്വന്തമാക്കേണ്ടതായിരുന്നു എന്ന് കുറ്റബോധത്തോടെ പറയുമ്പോൾ എങ്ങനെ പറയും? ആക്ച്വലി ഐ ഷുഡ് ഹാവ് ഹാഡ് എ ലിറ്റിൽ മോർ ബിഗർ ഹൗസ്, കുറച്ചുകൂടെ വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കേണ്ടതായിരുന്നു, സ്വന്തമാക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ഹാഡ്. പക്ഷെ എന്തുകൊണ്ടും സാധിച്ചില്ല. ഓപ്പോസിറ്റ് ഇഫക്റ്റ്. ഇനി വേണമെങ്കിൽ മൈറ്റ് ഹാവ് ഹാഡ് പറയാം. അത് നമ്മൾ ഓപ്പോസിറ്റ് ഡയമെൻഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഊഹം, പാസ്റ്റിലെ ഒരു ഉറപ്പില്ലായ്മല്ലേ. ഒരു പക്ഷെ അവർക്കൊക്കെ ഇത്തരം വീടുകൾ ഉണ്ടായിരുന്നിരിക്കാം കേട്ടോ. പണ്ട് അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അവരുടെ അവസ്ഥ നോക്കണ്ട. പക്ഷെ മുമ്പൊക്കെ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ മലയാളത്തിൽ പറയാം. അത് ഉണ്ടായിരുന്നിരിക്കാം എന്ന് സിമ്പിളായിട്ട് പറയാം. അവർക്ക് നല്ല സാമ്പത്തിക ഭദ്രത പണ്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം.
അപ്പൊ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയുമ്പോൾ എന്താ പറയാ, they might have had good financial background, they might have had financial stability in the past. Who knows, ആർക്കറിയാം. അപ്പൊ ആ ഒരു ലാസ്റ്റ് ഭാഗങ്ങൾ കണ്ട, would have had ഉണ്ടായേനെ, could have had ഉണ്ടാകാൻ പറ്റുമായിരുന്നു, should have had ഉണ്ടാവേണ്ടതായിരുന്നു, might have had ഉണ്ടായിരുന്നിരിക്കാം പണ്ട്, ഉറപ്പില്ല. ഇതാണ് ഈ ഹാവിന്റെ എല്ലാ സ്ട്രക്ചറുകളുടെയും ഒരു അർത്ഥതലം. സിമ്പിൾ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ പുതിയതായിട്ട് കാര്യമായിട്ടൊന്നും അറിയാനില്ല. എങ്കിൽ നമുക്ക് ആ വലതുഭാഗത്ത് നിങ്ങളുടെ ചാർട്ടിന്റെ വലതുഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ അർത്ഥങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ സ്ട്രക്ചറുകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് അതിനെ ശരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങൾ ഇംബൈബ് ചെയ്യുക. ഇംബൈബ് ദ സ്പിരിറ്റ് ഓഫ് ഹാവ് ഐഡിയ, ഐ ഹാവ് സ്ട്രക്ചേഴ്സ്. പക്ഷെ ആദ്യം ഇതെല്ലാം ഒന്ന് പറഞ്ഞു പഠിക്കുക. എങ്ങനെ ആ ഓർഡറിൽ ആദ്യം ഒന്ന് പറഞ്ഞു പഠിക്കുക. അതിനുശേഷം വേണം നമ്മൾ ആ ടെക്നിക്കിലേക്ക് പോകാൻ. അപ്പൊ എങ്ങനെ പറയും, ഐ ഹാവ് ഉണ്ട്, ഐ ഹാഡ് ഉണ്ടായിരുന്നു, ഐ വിൽ ഹാവ് ഉണ്ടാവും, ഐ വുഡ് ഹാവ് ഹാഡ് ഉണ്ടായേനെ, ഐ ക്യാൻ ഹാവ് സ്വന്തമാക്കാൻ പറ്റും, ഐ കുഡ് ഹാവ് ഹാഡ് സ്വന്തമാക്കാമായിരുന്നു, ഐ ഷുഡ് ഹാവ് എനിക്കുണ്ടാവണം, ഐ ഷുഡ് ഹാവ് ഹാഡ് ഉണ്ടാകേണ്ടതായിരുന്നു, ഐ മേ ഹാവ് എനിക്ക് ഉണ്ടായേക്കാം, ഐ മേ ഹാവ് ഹാഡ് എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല. ഇങ്ങനെ ബി പഠിച്ച പോലെ തന്നെ ഹാവിന്റെയും ഒരു 10 ആ ഇഴകൾ, ആ 10 സ്ട്രക്ചറുകൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. ഓർഡറിന് വലിയ പ്രസക്തിയൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഓർഡർ മനസ്സിലാക്കി എളുപ്പത്തിൽ പറഞ്ഞു പഠിക്കാനായിട്ടുള്ള ഒരു സൂത്രം നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ആ സ്ട്രക്ചറുകളെല്ലാം ഒന്ന് മനസ്സിലൊന്ന് പതിപ്പിച്ചാൽ മതി. കോമ്പിനേഷൻ പഠിച്ചു കഴിയുന്ന സമയത്ത് അതൊക്കെ നല്ലമാതിരി വ്യക്തമായി കിട്ടും. അപ്പൊ ഓർഡറിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ആ നിലയ്ക്ക് ഇതെല്ലാം എങ്ങനെ നമ്മൾ പറയും, എനിക്കുണ്ട്, ഐ ഹാവ്, എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡ്, എനിക്കുണ്ടാകും, ഐ വിൽ ഹാവ്, എനിക്കുണ്ടായേനെ, ഐ വുഡ് ഹാവ് ഹാഡ്, എനിക്ക് ഉണ്ടാകാൻ പറ്റുമെന്ന് പറയേണ്ട, അതൊരു സുഖമില്ല, എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോഴാണ് ആ ക്യാൻ ഹാവിന്റെ അർത്ഥം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഐ ക്യാൻ ഹാവ്, എനിക്ക് സ്വന്തമാക്കാൻ പറ്റും, എനിക്ക് സ്വന്തമാക്കാൻ പറ്റും, ഐ ക്യാൻ ഹാവ്, എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു കേട്ടോ, ഐ കുഡ് ഹാവ് ഹാഡ്. ഞാൻ സ്വന്തമാക്കണം, ഐ ഷുഡ് ഹാവ്, ഞാൻ സ്വന്തമാക്കേണ്ടതായിരുന്നു കേട്ടോ, ഐ ഷുഡ് ഹാവ് ഹാഡ്. ഞാൻ സ്വന്തമാക്കിയേനെ, ഐ മേ ഹാവ്, ഞാൻ ഒരു പക്ഷെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നിരിക്കാം, ഐ മൈറ്റ് ഹാവ് ഹാഡ്. അവിടെ സ്വന്തമാക്കുക എന്നുള്ള ഇത് മാറ്റിയിട്ട് ഉണ്ടായേനെ എന്ന് പറഞ്ഞാൽ മതി. പക്ക ഉണ്ടായേനെ എന്നുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എളുപ്പമായിട്ട് കിട്ടും. നോക്കി, എനിക്കൊരു പക്ഷെ ഉണ്ടായേക്കാം, ഐ മേ ഹാവ്, ഭാവിയിൽ എനിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായേക്കാം, ഐ മേ ഹാവ് മോർ ഫെസിലിറ്റീസ്. ഒരു പക്ഷെ മുൻപ് എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല, ഐ മൈറ്റ് ഹാവ് ഹാഡ് മോർ ഫെസിലിറ്റീസ് ഇൻ ദ പാസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഹാവ് എന്ന ഈ ആശയത്തിന്റെ 10 സ്ട്രക്ചറുകളും മനോഹരമായിട്ട് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ മനസ്സിലാക്കുക, ഇപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ആ സിസ്റ്റംസ് എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതല്ലേ. ഇങ്ങനെ ഈ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളെ, അതായത് സിറ്റ് ഔട്ടിൽ മാത്രം വിളിച്ചിരുത്തി സൽക്കരിച്ചു വിടാതെ നേരെ നമ്മുടെ അകത്തളങ്ങളിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് വിളിച്ചു കൊണ്ടുപോവുക. അങ്ങനെ വിളിച്ചു കൊണ്ടുപോകാനുള്ള ടെക്നിക്കും നമുക്കറിയാം. ദ വേൾഡ് ക്ലാസ് ട്രെയിനിങ് മെത്തേഡ് കോൾഡ് സൈക്കോ-ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ സൈക്കോ-ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് മെത്തേഡ് പ്രകാരം ഈ ഓരോ സ്ട്രക്ചറുകളെയും നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഈ 6 സ്റ്റെപ്പുകളിലൂടെയും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് പരിചയപ്പെടുത്താൻ പോവുകയാണ്, അങ്ങനെ ഫീഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? ഇവിടെയും അഗെയിൻ ആ ശീലം കൊണ്ട് ഞാൻ പറയാണ്, ഹീയും ഷീയും ചുമ്മാ മാത്രം പറഞ്ഞാൽ പോരാ, റിയൽ ലൈഫിൽ പ്ലഗ് ചെയ്യുക, റിയൽ ലൈഫിലേക്ക് പ്ലഗ് ചെയ്യുക. റിയൽ ലൈഫിൽ എങ്ങനെ സംസാരിക്കണമോ അതുപോലെയുള്ള എക്സാമ്പിൾസ് വേണം നമ്മൾ പരിശീലിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? ഫൈൻ. എങ്കിൽ അത് പ്രകാരം നമ്മൾ അങ്ങ് പരിശീലിക്കാൻ പോവാണ്. ഒരു 2 മോഡൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ബാക്കി എല്ലാം നിങ്ങൾക്ക് ആ പ്രിന്റ് ഔട്ടില് എല്ലാ എക്സാമ്പിൾസും ഉണ്ട്. അതിൽ 2 മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാം അതുപോലെ തന്നെ ഈ 2 സ്റ്റെപ്പുകളിലൂടെയുമായിട്ട് 6 തവണയായിട്ട് ശരിക്കും അങ്ങ് പ്രാക്ടീസ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് ഫീഡ് ചെയ്യുക. ഈ സ്ട്രക്ചറുകളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ അകത്തളങ്ങളിൽ കിടന്ന് അങ്ങ് തഴച്ചു വളരട്ടെ. നാളെ നമുക്ക് ഇവയെ കോമ്പിനേഷൻസിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. Come on, speak up. Okay, listen. My brother will have a job in the IT field. Sorry. Okay, listen carefully. My brother will have a job in the IT field. Come again. I told you, no. My brother will have a job in the IT field. Shout it. How many times I told you my brother will have a job in the IT field? Okay, feel it. Oh, I'm sorry to say this. My brother will have a job in the IT field. Laugh it. Oh God, this is funny. My brother will have a job in the IT field. Okay, that's fine. Okay, good. Come on, speak up. Okay, listen. My sister might have had some problems. Sorry. Listen carefully. My sister might have had some problems. Come again. I told you, no. My sister might have had some problems.
Shout it. How many times I told you my sister might have had some problems? Okay, feel it. Oh, I'm sorry to say this. Actually, my sister might have had some problems. Laugh it. Oh God, this is funny. My sister might have had some problems. Okay, that's fine. Okay, good. Done. അത്രയേ ഉള്ളൂ. ഇതേപോലെ എല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ യു ക്യാൻ ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ഓഫ് യുവർ ടൈം. അപ്പൊ നാളെ നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻസിലേക്ക് പോവുകയാണ്. ഇപ്പൊ ബീനും ഡൂവിന്റെയും ഹാവിന്റെയും എല്ലാം ഒരേ മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ സൈക്കോലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് പ്രകാരം ഈ സ്ട്രക്ചറുകളെ നമ്മൾ അങ്ങനെ പരിശീലിച്ചെടുക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇതിന്റെ കോമ്പിനേഷൻസ് പരിശീലിക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ കോമ്പിനേഷൻസിന്റെ ഒരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇനി തനിച്ച് ഇനി പരിശീലിക്കേണ്ട കാര്യമില്ല. ടോട്ടൽ കോമ്പിനേഷനിലേക്ക്, ദാറ്റ് മീൻസ് ടോട്ടൽ മിക്സപ്പ് ഓഫ് സിമ്പിൾ ഇംഗ്ലീഷ്. നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ വീണ്ടും എത്താനാണ് പോകുന്നത്. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ യാത്ര എളുപ്പം മനസ്സിലാവുന്നില്ലേ? ഇതൊരു വെൽ പ്ലാൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിൽ ഒന്നും കളയാനോ ഒന്നും മാറ്റിവെക്കാനോ ഇല്ല. ഇത് കൃത്യമായിട്ട് നിങ്ങളങ്ങ് പാലിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കുക. നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കോമ്പിനേഷനിൽ വി വിൽ മീറ്റ് അഗെയിൻ ടുമോറോ. സോ ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.